പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിസാർ വീഡിയോ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ മറ്റു പല വിഷയങ്ങളെക്കുറിച്ചും പറയാൻ ഇപ്പോൾ സാഹചര്യമില്ല. കാരണം വളരെ ദുഃഖാർജമായ വയനാടിൻ്റെ ദുരന്ത കഥകൾ മാത്രമാണ് നമുക്ക് ഈ ഒരു സമയത്ത് പറയാനുള്ളൂ. കാരണം അതിൽ പരം മറ്റുള്ള വിഷയങ്ങൾക്കൊന്നും പ്രാധാന്യമില്ല. 2-3 ദിവസമായി ഈ ഒരു ദുരന്തമുണ്ടായിട്ടും കൃത്യമായിട്ട് തന്നെ എത്ര ആൾ അവരുടെ മരണപ്പെട്ടു എന്ന് പോലും കൃത്യമായിട്ടുള്ള കണക്ക് പോലും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരുപാട് മൃതദേഹങ്ങൾ പല സ്ഥലങ്ങളിലും കിട്ടാതെയുമുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ടുള്ള ഒരു വിവരശേഖരണം ഇതുവരെ ആയിട്ടില്ല. എങ്കിലും 200-ൽ പരം, 300-നടുത്ത്, അല്ലെങ്കിൽ ചിലപ്പോൾ 300-ന് കൂടുതൽ, 500-നടുത്തൊക്കെ ആയിട്ട് മരണസംഖ്യ ഉയരാനും സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. വളരെയേറെ ദുഃഖവും ആലോചിക്കാനും പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു ദുരന്തം തന്നെയാണ് വയനാട് മേപ്പാടിൽ അന്ന് ഉണ്ടായിട്ടുള്ളത്. മനുഷ്യനെ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറം ഈ ഒരു ദുരന്തം വളരെയേറെ ഒരുപാട് നഷ്ടങ്ങൾ ആ നാട്ടിലും അവിടെയുള്ള മനുഷ്യർക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ പോലും സമൂഹത്തിൽ വിദ്വേഷം പടർത്തിക്കൊണ്ടും മറ്റുമുള്ള അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ ഇട്ടുകൊണ്ട് സോഷ്യൽ മീഡിയ വഴിയും മറ്റു ന്യൂസ് ചാനൽ വഴിയൊക്കെ ഇട്ടുകൊണ്ട് മറ്റൊരു മനുഷ്യമൃഗങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് വളരെയേറെ നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന മറ്റൊരു വിഷയം. എല്ലാ തരത്തിലും തന്നെ അതിൽ സഹായങ്ങൾ ചെയ്യാനും അതിൽ പ്രവർത്തിക്കാനും സന്നദ്ധമായിട്ട് ഇറങ്ങിയിരിക്കുന്ന ആൾക്കാരെയൊക്കെ മനോവീര്യത്തെ തകർക്കാനും വരുന്ന രീതിയിൽ ഇത്രയേറെ നീചമായ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിന്റെ തന്നെ നന്മയെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള കരുതി കൂട്ടിയുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ ഈ ഒരു അവസരത്തിൽ, ഇത്തരം ദുരന്തത്തിന്റെ അവസരത്തിൽ പോലും പല ആൾക്കാരും ഇത് കോപ്പുകൂട്ടുന്നു എന്നുള്ളത് വളരെയേറെ ദുഃഖാർത്ഥമനമാണ്. വയനാടൻ ദുരന്തത്തിൻ്റെക്കാളും വലിയ ഒരു ദുരന്തമായിട്ട് തന്നെ ഇത് മാറിയിരിക്കുകയാണ്. പല ആൾക്കാരും ഇപ്പോൾ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇത്തരം അഭിപ്രായപ്പെടാൻ. എന്താണ് ഇവരുടെ ലക്ഷ്യമെന്ന് പോലും അറിയില്ല. ഇത്രയും നീചമായ മനുഷ്യത്വം പോലും ഇല്ലാത്ത ഇത്രയും ആൾക്കാർ തന്നെയാണ് നമ്മുടെ കേരളത്തിന്റെ രക്ഷാപം. കാരണം നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് സ്വന്തം ജീവൻ പോലും ബലിയർപ്പിച്ചുകൊണ്ടാണ് സന്നദ്ധ സേവനമായിട്ടുള്ള ആൾക്കാരൊക്കെ അവിടേക്ക് ഓടിയെത്തുന്നത്. അപ്പൊ അവരെ പോലും AC റൂമിലോ അല്ലെങ്കിൽ മറ്റു റൂമിലോ ഇരുന്ന് ക്യാമറയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് വാദോരാതെ പ്രസംഗിക്കുന്ന ഇത്തരം ആൾക്കാരുടെ മനോവേദന അല്ലെങ്കിൽ മനോനില നമുക്ക് വളരെയേറെ ദുഃഖവും പ്രതിഷേധാർഹവുമാണ്. ഒരിക്കലും തന്നെ പറയാൻ പാടില്ലാത്ത ഇത്തരം കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള കേരളത്തിലുള്ള നികൃഷ്ടമായിട്ടുള്ള മനസ്സിന്റെ ആൾക്കാരുടെ ജൽപ്പനങ്ങളാണ് ഈ മീഡിയകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെയേറെ സങ്കടകരമാണ്. അതേപോലെ തന്നെ അവിടെ ഒരു നല്ലൊരു ഫാമിലി, ഭാര്യയും ഭർത്താവും അവിടെ പറഞ്ഞു, ഇങ്ങനെ കുട്ടികൾക്ക് ഞങ്ങൾ ഉരൊഴുകാനുള്ള സംവിധാനം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ പോലും അതിനു പോലും നീചമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഇട്ടുകൊണ്ട് മൃഗീയമായ രീതിയിലുള്ള മൃഗങ്ങളെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള സ്വഭാവം കൊണ്ടുള്ള വ്യക്തികൾ പോലും നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളതും നമുക്ക് വളരെയേറെ അപമാനകരമാണ്. ഇപ്പം ഈ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേര് ഈ TV-യിൽ കാണാമല്ലോ. SYS സുന്നി യുവജന സംഘം, SKSSF അതെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ, എന്തൊക്കെയോ ഉണ്ട്. അതിലൊരു മുസ്ലിം മഞ്ഞ ഉടുപ്പിട്ടൊരു വൈറ്റ് ഗാർഡിനെ കണ്ടു. അതെ, മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് ഗാർഡ്, വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ ഗാർഡ്, ഇതൊക്കെ കുറേ എണ്ണം. ഇത് കൂടാതെ DYFI, ഇവരുടെ SDP കണ്ടു. ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം ഇന്നലെ രാവിലെ മുതൽ ധൃതി പിടിച്ച് തയ്യൽക്കാരൻ്റെ പ്രിൻ്റ് പിടിച്ച് വേഗം അത് കഴിഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്ത് അത് ഇട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. റിസ്ക്കുള്ള മേഖലയിൽ ഒന്നും പോയിട്ടില്ല.
തന്റെ മനസ്സിലെ വർഗീയത വളിയായിട്ട് വിടാൻ ടി ജി ഉണ്ട്. വിട്ട വളിക്ക് ഉത്തരം കൊടുക്കാൻ എന്ന് പറഞ്ഞ പോലെ മണത്ത് ചിരിച്ചോണ്ടിരിക്കാൻ പറ്റിയൊരു അവതാരകനും അത്. എടോ, താനൊക്കെ ഈ സ്റ്റുഡിയോ കയറി, ഇപ്പൊ ഞാനടക്കം സ്റ്റുഡിയോ എന്ന് പറയുന്നത്, ഓക്കെ, നീയൊക്കെ ഈ സ്റ്റുഡിയോയിൽ കയറി കൊണക്കിയാന്നല്ലാണ്ട് ഈ പറഞ്ഞ ഇത്രയും സംഘടനകൾ, SYS ആയിക്കോട്ടെ, SKSSF, DYFI, മുസ്ലിം ലീഗോ, ഇവരുടെ ഒക്കെ സംഘടനകൾ അവിടെ പോയിട്ട് നീ എന്താ അവിടെ പോയിട്ട് ബിരിയാണി കഴിക്കാൻ പോയതോ? നിന്റെയൊക്കെ വിചാരം? നിനക്കൊന്നും ബോധം തല്ലില്ലടോ. ഈ സമയത്താണോ നിന്റെ വർഗീയത പറച്ചില്? നീയൊക്കെ ഏത് ജന്മത്തുണ്ടായതാ? നിനക്കൊക്കെ റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചിരിച്ച് നല്ല കോമഡി ആക്കി പറഞ്ഞു തള്ളാൻ സുഖം. എടാ, നീ അവിടുത്തെ വല്ല വീഡിയോ കണ്ടിട്ടുണ്ടോ? ഈ പറഞ്ഞ സംഘടനകള് ഇവരെന്താ അവിടെ പോയിട്ട് ഈ മറ്റേ ദുരിതാശ്വാസത്തിന് കൊണ്ടുവരുന്ന ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരോ? എടാ, ഇവന്മാരൊക്കെ നമ്മുടെ കേരളത്തിലെ മൊത്തം ഫോഴ്സും അതുപോലെ തന്നെ ആർമി അവരുടെ കൂടെ ഒക്കെ ഫുൾ സപ്പോർട്ട് കൊടുത്ത് ഈ പറഞ്ഞ സംഘടനകളാണോ അവിടെ ഒക്കെ പരിപാടികൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിനക്കൊക്കെ അന്തിച്ചർച്ചയിൽ മറ്റേ അടുപ്പ് കൂട്ടി കുത്തിയിരുന്നിട്ട് ഇങ്ങനെ വളി വിടാന്നല്ലാണ്ട് വേറെ വല്ലതിനും പറ്റുമോ നിന്നൊക്കെ? ഇത്തരത്തിൽ ഈ ദൈന്യമായ വളരെയേറെ സങ്കടപരമായ അവസരങ്ങളിൽ പോലും മുതലെടുത്തുകൊണ്ട് തങ്ങളുടേതായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മുതലെടുത്തുകൊണ്ട് ജീവിക്കുന്ന ഇത്തരം ആൾക്കാരെ നമ്മളൊക്കെ ഒറ്റപ്പെടുത്തുകയും ഒരു മീഡിയയിൽ പോലും വരാത്ത രീതിയിൽ അവരെയൊക്കെ നമ്മൾ ബഹിഷ്കരിക്കുകയും ചെയ്യണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്നൊന്നും പറയാൻ വിചാരിച്ചല്ല, പക്ഷെ എങ്കിലും ഈ ഒരു അവസരത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ അതും നമുക്കിവിടെ നാടിൻ്റെ ഒരു ശാപം തന്നെയാണ്. ഇത്തരം ആൾക്കാർ തന്നെയാണ് ഈ നാടിൻ്റെ നാശം എന്നുകൂടി നമ്മൾ ഓർക്കണം. ഏതായാലും ഇത് മറ്റെല്ലാവരും തന്നെ ഇത് കണ്ട് മനസ്സിലാക്കണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് വയനാട്ടിൽ ഒലിഞ്ഞു പോയിട്ടുള്ളവരുടെ ആത്മശാന്തി നേർന്നുകൊണ്ടും അവരുടെ കുടുംബത്തിന് സമാധാനവും നല്ലൊരു ജീവിതവും ഇനിയും അങ്ങ് വരട്ടെ എന്നും കൂടി ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുക.